അപ്പോൾ ഇനി നമുക്ക് കാന്താരി മുളക് ഇട്ടിട്ട് നല്ലൊരു മാങ്ങ ചമ്മന്തി കൂടി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു മൂവാണ്ട മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 വെള്ള ചീനി മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇനിയിപ്പോൾ കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് എടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും വേണം. അപ്പോൾ ഞാൻ ആദ്യം ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. അപ്പം നമുക്ക് ഈ മാങ്ങയും ഈ ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഉപ്പും കൂടി മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ അരയാൻ പാടില്ല കേട്ടോ, ഒന്ന് കറക്കിയെടുക്കാനേ പാടില്ല. ഞാനിത് ഒന്ന് കറക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങ ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞ് നല്ല പോലെ അരയാൻ പാടില്ല കേട്ടോ, കുറേശ്ശെ ഇങ്ങനെ തരിതരിപ്പ് വേണം. ഇത് നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മാങ്ങ ചമ്മന്തി ഞാൻ ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്